ലോകത്തിലുണ്ടായ ഒരറിവും നമുക്ക് അകറ്റി നിർത്താനുള്ളതല്ല. ഈ തവണ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ രാമായണ മാസ ഉദ്ഘാടനം, അപ്പോൾ അതിന് എന്നെയാണ് വിളിച്ചത്. ഞാൻ അവിടെ ചെന്നപ്പം ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സാണ്. അപ്പോൾ അവർ ഒരു 1.5 മണിക്കൂർ പ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ 1.25 മണിക്കൂർ പ്രഭാഷണം നടത്തി. അതിൻ്റെ ആദ്യ പ്രഭാഷണം ഗുരുവായൂർ തവണ എൻ്റേതായി. രാമായണത്തിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിലെ വഴികാട്ടികളാണ്. ആ പേര് തന്നെ അങ്ങനെയാണ്, രാമൻ കാട്ടിയ വഴിയാണ് രാമായണം. അപ്പോൾ അത് ഹിന്ദുവിന് മാത്രമല്ല, ഈ ഓരോ കഥാപാത്രവും ഓരോ സ്വഭാവം കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ അറിയണം. അത് ബൈബിളും അറിയണം, ഖുറാനും അറിയണം. ലോകത്തിലെ എല്ലാ ഇതിഹാസങ്ങളും മനുഷ്യന് വേണ്ടി ഒരുപാട് ചിന്തിച്ച് തപസ്സനുഷ്ഠിച്ച് മനുഷ്യരുടെ ഇടയിൽ നിന്ന് പൊതുസമൂഹത്തിന് ഇന്നലേക്കും ഇന്നും നാളേക്കും വേണ്ടി പറഞ്ഞതെല്ലാം നമ്മൾ അറിയണം. അത് ഭാഷ വളരാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ സംസ്കരിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ വേറൊരാൾക്ക് മാറ്റാൻ പറ്റില്ല, നമുക്കേ പറ്റും. നമ്മളെ ശുദ്ധീകരിക്കാൻ നമുക്ക് മാത്രം കഴിയുന്നതാണ്. ദശരഥൻ്റെ പ്രത്യേകത, ദശരഥൻ മഹാപ്രതിഭയായിരുന്നു. ഒരു രഥത്തിലിരുന്ന് 10 രഥത്തിൽ വരുന്നവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചവനാണ് ദശരഥൻ. പക്ഷേ ദശരഥൻ ഇത്രയും പ്രതിഭയാണെങ്കിലും, ഇത്ര യുദ്ധവിരുദ്ധനാണെങ്കിലും, ഇത്ര വലിയ വീരനാണെങ്കിലും ദശരഥന് പറ്റാതെ പോയത് ദശരഥനെ ശുദ്ധീകരിക്കാനാണ്. ദശരഥൻ മറ്റുള്ളവരെ തോൽപ്പിച്ചു, ദശരഥനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ദുരന്തമാണ് ആ അയോധ്യയിൽ ദശരഥൻ്റെ കുടുംബം അനുഭവിക്കേണ്ടി വന്നത്. രാമായണം പറയുന്നത് നമ്മൾ നമ്മളെ തോൽപ്പിക്കണമെന്നാണ്. നമ്മളെ തോൽപ്പിക്കുന്നതിനേക്കാൾ വലിയ ജയമില്ല. നമ്മൾ ആരെ ജയിച്ചാലും നമുക്ക് നമ്മളെ ക്ഷമയോടുകൂടി തെറ്റിൽ നിന്ന് തോൽപ്പിച്ച് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തോറ്റു. അതുകൊണ്ട് ഇതെല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് നമുക്ക് നമ്മളെ തോൽപ്പിക്കാൻ നമുക്കേ കഴിയൂന്ന്. അതിന് ആയുധം തരുന്നതാണ് പല പുസ്തകങ്ങളും. അതിൽ ആദി കവിയുടെ ആദ്യ സന്താനമായ രാമായണം വലിയ ഒരു ആയുധം നമുക്ക് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി, രക്ഷിക്കാൻ വേണ്ടി തരുന്നുണ്ട്.